എല്ലാ കാര്യങ്ങളിലും CEO അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇടപെട്ട് അല്ലെങ്കിൽ ഫൗണ്ടർ ഇടപെട്ട് തുടങ്ങി കഴിഞ്ഞാൽ എംപ്ലോയീസ് ഒരിക്കലും ഡെലിഗേറ്റഡ് ആകത്തില്ല. they will look forward to the CEO coming and advising them or CEO coming and doing them. അത് അവരൊരു ലെഫ്റ്റ് അടിച്ചിട്ട് എല്ലാ ജോലിയും മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ അല്ല, അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ഒരു കമ്പനിയെ ഏതെല്ലാം രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, ഒരു കമ്പനി ഏതെല്ലാം രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും, മാർക്കറ്റ് കീഴടക്കാൻ പറ്റും, മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പറ്റും, ഏത് വർഷം എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് അതിനുവേണ്ടിയ സ്ട്രാറ്റജിക് പ്ലാനൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാർക്കറ്റിംഗ് പ്രശ്നം, ഇവിടെ കസ്റ്റമർ പ്രശ്നം, ഇവിടെ ഫൈനാൻസ് പ്രശ്നം, ഇവിടെ എംപ്ലോയി പ്രശ്നം, ഇവിടെ ലേബർ ഇഷ്യൂസ് എന്തൊക്കെ പറഞ്ഞ് എല്ലാത്തിലും ചെന്ന് ചാടുമ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഓൺ ആയി മാറുകയും പ്രത്യേകിച്ചും അദ്ദേഹം ചെയ്യേണ്ട ജോലികളിൽ കൃത്യതയോടെ കൂടുതൽ സമയം കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാതാവുകയും ചെയ്യും. ഞാൻ കാണുന്ന ഒരുമാതിരി ഏർലി വെഞ്ചേഴ്സും സ്റ്റാർട്ടപ്പിലുമൊക്കെ കാണുന്ന ഒരു കഥ ഇതാണ്. ഫൗണ്ടേഴ്സ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, അത് കാരണം അദ്ദേഹം ചെയ്യേണ്ട ജോലിയിൽ അദ്ദേഹം വ്യാപൃതനല്ലാതായി മാറും. ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെ എഴഞ്ഞ് നമ്മൾ അമ്മയും പോലും കഥ പറഞ്ഞതുമാതിരി എഴഞ്ഞ് മുമ്പോട്ട് പോയുള്ളൂ. ഇവരൊന്നും ശരിക്കും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആർജിക്കുകയില്ല. കാരണം ആ ഗ്രോത്തിന് കൊണ്ടുപോകേണ്ട അതിൻ്റെ നാഥൻ അല്ലെങ്കിൽ അതിൻ്റെ CEO അതിനെ കൊണ്ടുപോകാൻ സാധിക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായി പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കമ്പനി പുരോഗമിക്കുന്നതനുസരിച്ച് ഒരു CEO തൻ്റെ ജോബ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുകയും മറ്റുള്ള ഫൗണ്ടേഴ്സ്, മറ്റുള്ള ഡയറക്ടേഴ്സ് അവരുടെ ജോലികൾ കറക്റ്റായി ഡിഫൈൻ ചെയ്യുകയും അതിന് ആ ജോബിന് വേണ്ടുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ആ കീ റിസൾട്ട് ഏരിയയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്തത് അവിടെ എത്താനാകും. കമ്പനി പുരോഗമിച്ച് പോകുമ്പോഴത്തേക്ക് കമ്പനിക്ക് മാൻ പവർ ഉണ്ടാകും, മാനേജേഴ്സ് ഉണ്ടാകും, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടാകും. അവരെയൊക്കെ ഡെലിഗേഷനിലൂടെയും എംപവർമെൻറ്റിലൂടെയും അവർക്ക് ശക്തി കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പാകപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഏജൻ്റാണ് ഒരു CEO. അല്ലാതെ എല്ലാവർക്കും സൊല്യൂഷൻ കൊടുത്ത് എല്ലായിടത്തും ചെന്ന് എല്ലാവരെയും കണ്ട് എല്ലാവരെയും സോൾവ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പുരോഗമനം വളരെ മന്ദഗതിയിലാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ രണ്ട് ഡെലിഗേഷൻ ആൻഡ് എംപവർമെൻറ്റ്, അതിന് അനുയോജ്യരായ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡെലിഗേറ്റ് ചെയ്യേണ്ടവർ ഡെലിഗേറ്റ് ചെയ്തും എംപവർമെൻറ്റ് നടത്തിയവരെ എംപവർമെൻറ്റ് ചെയ്തും മുമ്പോട്ട് പോകാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, ടെക്നോളജിയിൽ നടക്കുന്ന ചേഞ്ചുകൾ, കോമ്പറ്റീഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ച് നമ്മുടെ കമ്പനി എങ്ങനെയാണ് കോഴ്സ് കറക്ഷൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്, ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം സ്ട്രാറ്റജിക് അലയൻസാണ് കമ്പനിയിൽ കൊണ്ടുവരേണ്ടത്, അതെങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏത് കൺസൾട്ടൻറ്റിനെയാണ് നമ്മൾ കാണേണ്ടത്, ഇതൊക്കെ തീരുമാനിച്ച് അദ്ദേഹം ആ കാര്യത്തിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നാഥന കിട്ടുന്നു. മറ്റുള്ളവർക്ക് ഡെലിഗേഷൻ വഴിയും എംപവർമെൻറ്റ് വഴിയും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഹാൻഡ്സ് ഓൺ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെയും എൻ്റെ ജോലിയുടെ കൃത്യത എന്താണ്, എൻ്റെ ജോബ് ഡെഫിനിഷൻസ് എന്താണ്, ഞാൻ എന്തൊക്കെയാണ് കമ്പനിയിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ നോക്കി കറക്റ്റായിട്ട് കമ്പനി അല്ലെങ്കിൽ തൻ്റെ റിസോഴ്സസിനെ, തൻ്റെ എംപ്ലോയീസിനെ, തൻ്റെ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വളരെ ഉയരങ്ങളിലും. ആ കമ്പനികളാണ് ഇന്ന് നമ്മൾ പറയുന്ന $1 ട്രില്യൺ എൻ്റർപ്രൈസ് ആയിട്ടൊക്കെ മാറുന്നതും അങ്ങനെയുള്ള കമ്പനികളാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം ഫൗണ്ടേഴ്സ് ആദ്യം പോലെ, അതിനുവേണ്ടിയുള്ള സ്വപ്നമായിരിക്കണം ഫൗണ്ടേഴ്സിന് ആദ്യം പോലെ ഉണ്ടാകേണ്ടത്.